നിങ്ങൾക്ക് വെജൈനൽ ഡിസ്ചാർജ് ഉണ്ടോ? എപ്പോഴാണ് നിങ്ങൾ ഡോക്ടറെ സമീപിക്കുന്നത്? യോനിയിലെയും സെർവിക്സിലെയും ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകമാണ് വെജൈനൽ ഡിസ്ചാർജ്. ഇത് വെജൈനനെ ക്ലീനും മോയ്സ്റ്റും ലുബ്രിക്കേറ്റഡും ആയി വെക്കാൻ സഹായിക്കും. pHനെ ബാലൻസ് ചെയ്യിപ്പിക്കും. ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യും. ഈ നോർമൽ വെജൈനൽ ഡിസ്ചാർജ്. ഈ ഫ്ലൂയിഡിന്റെ കൺസിസ്റ്റൻസി, ടെക്സ്ചർ, സ്മെൽ ഇതൊക്കെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടാറ്. അതായത് ഏജ്, സെക്ഷൽ അറൗസൽ, പ്രഗ്നൻസി, കോൺട്രസെപ്റ്റീവ് യൂസ്, അതേപോലെ തന്നെ മെൻസസിന്റെ ഏത് ദിവസമാണ്, ഇതൊക്കെ ഈ സന്ദർഭങ്ങളിലൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജൈനൽ ഡിസ്ചാർജസ് ആയിരിക്കും. ബട്ട് ദേ ആർ ഓൾ നോർമൽ. മെൻസസിന്റെ ആദ്യത്തെ ദിവസങ്ങൾ, ഫസ്റ്റ് 10 ഡേയ്സിന്റെ ഉള്ളിലാണ് ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ടാവുന്നത്. ആ സമയത്ത് വെജൈനൽ ഡിസ്ചാർജ് മിൽക്കി വൈറ്റ് ആയിരിക്കും, തിൻ ആയിരിക്കും, ഇതുപോലെ ഇരിക്കും, പാല് പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ആവുന്ന സമയത്ത് ഒരുപാട് ഡിസ്ചാർജ് വരും. തിൻ സ്ട്രെച്ചി ആയിരിക്കും, മുട്ടയുടെ വെള്ള പോലെ ഇരിക്കും. ഇതുപോലെ ഇരിക്കും. ഇത് മുട്ടയുടെ വെള്ളയാണ്, ഇതുപോലെ ഉണ്ടാവും ഇത്. അത് കഴിഞ്ഞിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺ, ഓവുലേഷൻ കഴിയുമ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് വരുന്നത്. ആ സമയത്ത് ഡിസ്ചാർജ് ഭയങ്കരമായിട്ട് തിക്കാവും, ക്രീമി ആവും. ഇതൊക്കെ നോർമലാണ്. നിങ്ങൾക്ക് തൈര് പോലെയുള്ള വെജൈനൽ ഡിസ്ചാർജ് ഇതുപോലെയാണെങ്കിൽ ഇത് ഈസ്റ്റ് ഇൻഫെക്ഷൻ, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്. ഇതിന്റെ കൂടെ ചൊറിച്ചിലും അനുഭവപ്പെട്ടേക്കാം. ഇതുപോലത്തെ ഗ്രീനിഷ് യെല്ലോ ഫ്രോതി ഡിസ്ചാർജ് ട്രൈക്കോമോണസ് ഇൻഫെക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ യെല്ലോയിഷ് ആണെങ്കിൽ ബാക്ടീരിയൽ വെജൈനോസിസ് ആണ്. ഇത് രണ്ടും ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്. ഇതുപോലത്തെ ബ്രൗണിഷ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ബ്ലഡി ഡിസ്ചാർജ് ആണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ യോനിയിലോ സെർവിക്സിലോ യൂട്രസിലോ ഉള്ളിലത്തെ മുഴകൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതാണ്. ഇതുപോലത്തെ ഡിസ്ചാർജസ് ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ എന്തായാലും സമീപിക്കേണ്ടതാണ്. നോർമൽ വെജൈനൽ ഡിസ്ചാർജ് ക്ലിയർ ആയിരിക്കും, വാട്ടറി ആയിരിക്കും, ഇച്ചിങ് ഒന്നും ഉണ്ടാവില്ല, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. നടുവേദനയോ ശരീരം ക്ഷീണിക്കുകയോ ഒരിക്കലും വെജൈനൽ ഡിസ്ചാർജ് കാരണം ഉണ്ടാവാറില്ല. നോർമൽ വെജൈനൽ ഡിസ്ചാർജിന് ട്രീറ്റ്മെന്റ് ആവശ്യമോ ഇല്ല. താങ്ക് യു സോ മച്ച്.